കളമശ്ശേരി കഞ്ചാവ് കേസിൽ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു. 3-ാം വർഷ വിദ്യാർത്ഥി അനുരാജിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് അനുരാജ് ആവശ്യപ്പെട്ടിട്ടാണെന്ന് നേരത്തെ പിടിയിലായവർ മൊഴി നൽകിയിരുന്നു. കേസിലെ നിർണായക അറസ്റ്റാണിത്. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി, നമുക്ക് എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്? അനുരാജ് എന്ന 3-ാം വർഷ വിദ്യാർത്ഥി, ഇയാളാണ് കേസിലെ മുഖ്യപ്രതി എന്നാണോ പോലീസ് പറയുന്നത്? എന്താണ് കഞ്ചാവ് കോളേജിലെത്തിക്കുന്നതിൽ ഇയാളുടെ പ്രധാന പങ്ക്? സ്മൃതി, ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായിരുന്നു. അതിൽ ആകാശാണ് പിന്നീട് റിമാൻഡിൽ പോയത്. ആകാശിന്റെ മുറിയിൽ നിന്നാണ് ഈ കൂടുതൽ അളവിലുള്ള കഞ്ചാവ് കണ്ടെത്തിയത്. പക്ഷെ പിന്നീട് ഈ കഞ്ചാവ് ക്യാമ്പസിനകത്തേക്ക് എത്തിച്ച 2 പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാരിഖ് എന്നിവർ പിടിയിലായി. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ആകാശിന് വേണ്ടിയല്ല, മറിച്ച് മറ്റൊരു 3-ാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് ഈ കഞ്ചാവ് എത്തിച്ചതെന്ന വിവരം പുറത്തുവരുന്നത്. ആ വിദ്യാർത്ഥി, അതായത് കഞ്ചാവ് പണം കൊടുത്ത് ഓർഡർ ചെയ്ത് ക്യാമ്പസിലേക്ക് എത്തിച്ച വിദ്യാർത്ഥിയാണ് ഈ പിടിയിലായിരിക്കുന്ന അനുരാജ് എന്ന് പറയുന്നത്. അനുരാജ് ആർ, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. ഇയാൾ ഈ ക്യാമ്പസിലെ മെക്കാനിക്കൽ 3rd ഇയർ വിദ്യാർത്ഥി കൂടിയാണ്. ഈ കളമശ്ശേരിയിൽ വെച്ച് തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ തന്നെ ലഹരിക്ക് വേണ്ടി ഒരു പണപ്പിരിവ് ക്യാമ്പസിനകത്ത് നടന്നിരുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഈ പണപ്പിരിവ് നടത്തിയത് ഈ അനുരാജാണ്. അനുരാജിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ ലഹരി ആവശ്യമുള്ള ആളുകൾ, കഞ്ചാവ് ആവശ്യമുള്ള ആളുകൾ ഈ പണം അയച്ചിരിക്കുന്നത്. അതുപോലെ ഈ പണം കൊടുത്ത് ഷാരിഖിനും ആഷിഖിനും പണം നൽകി കഞ്ചാവ് ക്യാമ്പസിലേക്ക് എത്തിച്ചിരിക്കുന്നതും അനുരാജാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാൾ എന്ന് തന്നെ പറയാം അനുരാജിനെ. ഇനി അനുരാജിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നുമാണ്, അനുരാജിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി നീക്കങ്ങൾ ഉണ്ടാവുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഷാരിഖിനും ആഷിഖിനും കഞ്ചാവ് എത്തിച്ചു നൽകിയത് ഒരു ഇതര സംസ്ഥാനക്കാരനാണ് എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അയാളെ കേന്ദ്രീകരിച്ച്, ആലുവയിൽ താമസിക്കുന്ന ഈ ഇതര സംസ്ഥാനക്കാരനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നേരത്തെ തന്നെ പോലീസ് ആരംഭിച്ചിരുന്നു. ഇനി സ്വാഭാവികമായും ആഷിഖിൽ നിന്നും ഷാരിഖിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുരാജിനോട് കൂടി ചോദിച്ച് അതേ വിവരം തന്നെയാണ് ലഭിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഉടൻ തന്നെ ഈ ഇതര സംസ്ഥാനക്കാരന്റെ അറസ്റ്റ് കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആലുവയിൽ വർഷങ്ങളായി താമസിക്കുന്ന സുഹൈൽ എന്ന് പറയുന്ന ഒരു ഇതര സംസ്ഥാനക്കാരനാണ് തങ്ങൾക്ക് കഞ്ചാവ് ഈ വലിയ അളവിൽ ആവശ്യാനുസരണം എത്തിച്ചു തരുന്നത് എന്ന് ആഷിഖും ഷാരിഖും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പിടിയിലായിരിക്കുന്ന അനുരാജ് ആണ് ഈ കളമശ്ശേരി പോളിടെക്നിക്കിലേക്കും ഈ സമീപ പ്രദേശങ്ങളിലേക്കും വിൽപ്പനയ്ക്കായി എത്തിച്ചു എന്ന് പറയുന്ന ഈ കഞ്ചാവ് 4 കിലോയോളം അറസ്റ്റിലാവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ടോ അലി? ഇപ്പോൾ ഈ പിടിയിലായവർ നൽകുന്ന മൊഴി അനുസരിച്ചാണല്ലോ അനുരാജിലേക്ക് എത്തിയത്. കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഇനിയും എത്താൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമായുമുള്ള സാധ്യതയുണ്ട് സ്മൃതി. കാരണം നേരത്തെ തന്നെ ക്യാമ്പസിനകത്ത് ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത്തരത്തിൽ ചെറിയ അളവിലാണെങ്കിൽ കൂടി ലഹരി പിടികൂടിയിട്ടുണ്ട് എന്ന കോളേജ് പ്രിൻസിപ്പൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ഈ 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് അനുരാജിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത്. ഇവരല്ലാതെ, ഈ പറയുന്ന ടീം അല്ലാതെ മറ്റാരെങ്കിലും ഈ നിലയിൽ കഞ്ചാവ് ഇടപാടുകൾ ഹോസ്റ്റലിൽ നടത്തുന്നുണ്ടോ, ഈ കച്ചവടം നടത്തുന്നുണ്ടോ, നേരത്തെ തന്നെ വലിയ അളവിൽ കഞ്ചാവ് ഓർഡർ ചെയ്ത് എത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം ഇനി അനുരാജിൽ നിന്നും കൂടി ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാകും ഒരു വ്യക്തത വരിക. ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഒരു ടീം മാത്രമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിനകത്ത്, ഈ ഹോസ്റ്റലിനകത്ത് ഇത്രയും വലിയ കഞ്ചാവ് വിൽപ്പന നടത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 1-2 വിദ്യാർത്ഥികൾ മാത്രമാവില്ല അതിൽ പങ്കാളികളായിട്ടുണ്ടാവുക. ഈ ഹോളി ആഘോഷങ്ങൾ കൂടി നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ഒരു വലിയ സംഘർഷത്തിലേക്ക് വരെ നീങ്ങുമായിരുന്ന സാഹചര്യമാണ് ഒഴിവായത് പ്രിൻസിപ്പലിന്റെ ഇടപെടൽ മൂലം എന്ന വിവരമാണ് പോലീസിൽ നിന്നും ഇപ്പോൾ ലഭ്യമാകുന്നത്.